നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഒക്ടോബറിൽ ബ്രിട്ടനിൽ ലേബർ സർക്കാർ അവതരിപ്പിക്കാൻ തയ്യാറെടുക്കുന്ന ഇടക്കാല ബജറ്റ് ജനപ്രിയമാകില്ലെന്ന് റിപ്പോർട്ട്. ബജറ്റിൽ നികുതി വർധനയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാതെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പൊതുധനത്തിൽ 22 ബില്യൺ പൗണ്ടിന്റെ കമ്മിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നികത്താൻ മറ്റു പോംവഴികൾ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പുതിയ കുരുക്കുമായി പ്രോസിക്യൂട്ടർമാർ. 2020 തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചുവെന്ന ആരോപണത്തിൽ ട്രംപിനെതിരെ പുതിയ കുറ്റങ്ങൾ ചുമത്തിയുള്ള കുറ്റപത്രം സമർപ്പിച്ചു. ഔദ്യോഗിക പദവിയിലിരുന്ന് ചെയ്ത കാര്യങ്ങൾക്ക് വിശാല നിയമ സംരക്ഷണമുണ്ടെന്ന സുപ്രീം കോടതി വിധി മറികടക്കാൻ പുതിയ കുറ്റപത്രം സഹായിക്കുമെന്നാണ് പ്രോസിക്യൂട്ടർമാരുടെ പ്രതീക്ഷ. സാങ്കേതിക പിഴവ് കാരണം വലിയ അബദ്ധം പിണഞ്ഞ ഓസ്ട്രേലിയൻ വിമാന കമ്പനി. ഇവരുടെ വിമാനത്തിലെ 100 കണക്കിന് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റുകളാണ് വൻ ഓഫറിൽ ഇതുവഴി യാത്രക്കാർക്ക് ലഭിച്ചത്. 300ഓളം ടിക്കറ്റുകൾ ഈ രീതിയിൽ വിറ്റുപോയെന്നാണ് റിപ്പോർട്ട്. ഓസ്ട്രേലിയൻ വിമാന കമ്പനിയായ ക്വാണ്ടസ് എയർവേസിനാണ് സോഫ്റ്റ്വെയറിലെ കോഡിംഗ് തകരാറ് മൂലം വലിയ അബദ്ധം സംഭവിച്ചത്. ലൈംഗിക അതിക്രമം നേരിട്ടുന്ന നടിയുടെ പരാതിയെ തുടർന്ന് നടനും MLAയുമായ മുകേഷ്, നടന്മാരായ ജയസൂര്യ, മണിയമ്പിള്ള രാജു, അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസെടുത്തു. കൊച്ചി മരട് പോലീസാണ് മുകേഷിനെതിരെ കേസെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത്. ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസും മണിയമ്പിള്ള രാജുവിനെതിരെ ഫോർട്ട് കൊച്ചി പോലീസുമാണ് കേസെടുത്തിരിക്കുന്നത്. പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരെയും കേസെടുത്തു. നടി ഉന്നയിച്ച 7 പരാതിയിലും കേസെടുത്തു. നടൻ സിദ്ദീഖിനെതിരെ യുവനടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ പോലീസ് പരിശോധന നടത്തി. 2016 മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് തന്നെ സിദ്ദീഖ് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതിയിൽ യുവതി പറയുന്നത്. ഹോട്ടൽ താമസ രേഖകളടക്കം പോലീസ് ശേഖരിച്ചു. കന്റോൺമെന്റ് എസിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെളിവുകൾ ശേഖരിച്ചത്. ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത കൊല്ലം MLA മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്ന് CPM. ചരിത്രത്തിൽ ആദ്യമായി സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നം പഠിക്കാൻ കമ്മിറ്റിയെ നിയോഗിച്ച സർക്കാരാണ് LDF എന്നും മുഖം നോക്കാതെ ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും LDF കൺവീനർ EP ജയരാജൻ. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ക്യാൻസർ ചികിത്സാ രംഗത്ത് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പുതിയ പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. വില കൂടിയ ക്യാൻസർ മരുന്നുകൾ സംസ്ഥാനത്തുടനീളം പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുത്ത കാരുണ്യ ഫാർമസികളിലൂടെ സീറോ പ്രോഫിറ്റായി കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കുന്ന പദ്ധതിക്ക് ഇന്ന് മുഖ്യമന്ത്രി തുടക്കം കുറിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ കാരുണ്യ ഫാർമസികളിലെ കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ്സ് പ്രത്യേക കൗണ്ടർ വഴിയാണ് മരുന്നുകൾ വിതരണം ചെയ്യുന്നത്. രാജ്യത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ കടുത്ത രോഷമറിയിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു വാർത്താ ഏജൻസിക്ക് നൽകിയ ലേഖനത്തിലാണ് രാജ്യത്ത് സ്ത്രീകൾക്കെതിരായ അതിക്രമത്തെ കടുത്ത ഭാഷയിൽ രാഷ്ട്രപതി വിമർശിച്ചത്. സ്ത്രീകളെ ഉപഭോഗ വസ്തുക്കളായി കാണുന്നത് അനുവദിക്കാനാവില്ലെന്നും രാജ്യത്തെ സ്ത്രീകളുടെ ഉയർച്ച തടയുന്നത് അനുവദിക്കാനാവില്ലെന്നും രാഷ്ട്രപതി ലേഖനത്തിൽ വ്യക്തമാക്കി. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പശ്ചിമ ബംഗാളിൽ സംഘർഷം ശക്തമാകുന്നതിനിടയിൽ വിവാദ പരാമർശവുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാൾ കത്തിച്ചാൽ ആസാം, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, ഡൽഹി സംസ്ഥാനങ്ങൾ കത്തുമെന്ന് മമത പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ ലോകത്തെ ഏറ്റവും വലിയ കായികോത്സവമായ പാരാലിമ്പിക്സിന് ഫ്രാൻസിലെ പാരീസിൽ വർണ്ണാഭമായ തുടക്കം. ഇന്ത്യൻ സമയം ബുധനാഴ്ച രാത്രി 11:30 തുടങ്ങിയ ചടങ്ങ് പുലർച്ചെ 2:30 വരെ നീണ്ടു. പാരാലിമ്പിക്സ് ഉദ്ഘാടനത്തിന് മുന്നോടിയായി ദീപശിഖയേന്തിയത് ഇതിഹാസ താരം ജാക്കി ചാനാണ്. ദീപശിഖയേന്തിയെത്തിയ താരത്തെ ആയിരക്കണക്കിന് ആരാധകരാണ് വരവേറ്റത്. സെപ്റ്റംബർ 8 വരെ നീളുന്ന ഗെയിംസിൽ 4000-ലേറെ താരങ്ങൾ പങ്കെടുക്കും. ഇന്ത്യൻ ടീമിൽ 84 പേരുണ്ട്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.